തിരുവനന്തപുരം തിരുവല്ലം കസ്റ്റഡി മരണത്തിൽ 3 പോലീസുകാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി സിബിഐ. സംഭവത്തിൽ 3 ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. 2022 ഫെബ്രുവരിയിലാണ് സുരേഷ് എന്ന യുവാവ് പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരിച്ചത്. MK വിനോദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. വിനോദ്, എന്തായാലും ഈ 3 പോലീസുകാർക്കും കുരുക്ക് മുറിവ് തന്നെയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രതികളായി വന്നിട്ടുള്ളത്. CBI ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ കേസ് നടക്കുന്നത് 2022 ഫെബ്രുവരി 28-നാണ്. സുരേഷ് എന്ന് പറയുന്ന ഒരു യുവാവ് തിരുവല്ലം പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ മരണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലിരിക്കെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ചികിത്സയിലിരിക്കെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് ഹൃദയാഘാതം മൂലം മരിച്ചു എന്നാണ്. പക്ഷേ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ കൃത്യമായി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ഉള്ള സമയം, അതേപോലെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയം, തിരികെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന സമയം, ഇതൊന്നും കൃത്യമായി അവിടെ പോലീസിന്റെ രേഖകളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പരിക്കുകളുണ്ടായിരുന്നു, ദേഹത്ത് പോലീസ് മർദ്ദിച്ചതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ആരോപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ അന്നത്തെ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അന്ന് തിരുവല്ലം SHO ആയിരുന്ന സുരേഷ് V നായർ, അതേപോലെ തന്നെ SI വിപിൻ പ്രകാശ്, ഗ്രേഡ് SI സജീവ് കുമാർ എന്നിവരെയാണ് അന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഇവർ 3 പേരുമാണ് ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളത്. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CBI കോടതിയിൽ തന്നെ പ്രത്യേക അപേക്ഷ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിരിക്കുന്നു. അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി CBI അനുമതി തേടിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ. വിനോദ്, ഇവിടെ ഈ പോലീസുകാരെ പ്രതി ചേർത്തുകൊണ്ട് CJM കോടതിയിൽ CBI നേരത്തെയും റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ആ റിപ്പോർട്ട് മടക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ചെയ്തത്. അതിനുശേഷമാണ് CBI വീണ്ടും കടുത്ത നിലപാടുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പോലീസുകാരെ സംരക്ഷിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. തീർച്ചയായും പോലീസ് സേനയെ രക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഇദ്ദേഹത്തിന് മരിച്ചത് ഹൃദയാഘാതം മൂലമാണ്, പോലീസിന് ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല എന്നുള്ള തരത്തിലാണ് അവർ വിശദീകരണം നൽകിയത്. പക്ഷേ ശക്തമായ സമ്മർദ്ദവും സമരങ്ങളും ഉണ്ടായതോടുകൂടിയാണ് ഈ കേസ് CBI ഏറ്റെടുക്കുന്നത്. അത്തരത്തിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കൃത്യമായ ഇടപെടലും കൃത്യമായ അന്വേഷണവും മൂലമാണ് പോലീസുകാർ തന്നെ ഈ കേസിൽ പ്രതികളായി വരുന്നതും ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ 3 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി CBI ചോദിക്കുന്നതും ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ് രജനി. ശരി, എന്തായാലും യുവാവ് കസ്റ്റഡി മരിച്ച സംഭവം പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടിയിരിക്കുകയാണ് CBI. MK വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.